ഈ 2026 ഇതെന്തു പറ്റി? ചിലയിടത്ത് വെടി, യുദ്ധസമാനം, തേർഡ് വേൾഡ് വാർ പോലെ വെനസ്വേലയിലെ പ്രധാനമന്ത്രിയെ തട്ടിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ്. ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഈ സമയത്ത് വേറൊരു വശത്ത് നടക്കുന്നത് ഒരു വൃത്തികെട്ട റീൽ ഇറക്കിക്കൊണ്ട് എന്താ ജാമു ഇത് വല്ല സൈറം വല്ല വിഴുങ്ങിയിട്ടാണോ ആ റീൽ എടുത്തിരിക്കുന്നത്? എൻ്റെ ദൈവമേ, ഇൻസ്റ്റ തുറക്കാൻ പറ്റുന്നില്ല. അതുപോലെയാണ് ഇതുങ്ങളുടെ വീഡിയോ മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതും റിയാക്ട് ചെയ്തുകൊണ്ട് എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ റിയാക്ട് ചെയ്യാതെ വിടുന്നില്ല. അപ്പോൾ നമുക്ക് ആ വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാം. ആദ്യമേ നോട്ട് ദ പോയിന്റ്. 2026 അപരാധം ചെസ് നമ്പർ 1 തുടങ്ങിക്കോ. ഗൈസ് ഐശോടെ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് പോയി പ്രാങ്ക് ചെയ്യാം. വാ 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 വാ. ഐഷു എന്നൊക്കെ ഈ കിളവിക്കൊക്കെ പേരിടുവാടാ. എന്താ രാമൂന്ന്. എനിക്കിത് കേൾക്കുമ്പോ നല്ല അറപ്പാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാ ഗൈസ്? ഹലോ എന്തോ ജോമു കാണിച്ചു തരാമേ ഞാൻ. ഗൈസ്, ജോമു കുറച്ചു നേരമായിട്ട് എന്നെ പ്രാങ്ക് ചെയ്യാനുണ്ട്. നമുക്ക് പോയി തിരിച്ച് പ്രാങ്ക് ചെയ്യാം. കാണിച്ചു തരാം. ജോമു ഒഴിക്കട്ടാ? നിനക്ക് ഒഴിക്കണോ? എങ്കിൽ ഒഴിച്ചോ. അവനെ ചെപ്പ നോക്കി ഒന്നും കൊടുക്കണം. ഈ പന്നയുടെ പേര് ജോമു എന്നായതുകൊണ്ടല്ലേ നമ്മൾ ഈ റീല് കേൾക്കാൻ അവസ്ഥയായിപ്പോയത്. ഇവന്റെ പേര് വേറെ എന്തെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ട്യൂണ് വേറെ എന്തെങ്കിലും ആയി മാറിയേനെ. എന്താല്ലേ ഈ റീലും ഈ സീരിയസ് കേസ് കേട്ട് മാത്രം മതി. വെനസ്വേലയുടെ നമ്മുടെ അരിയണ്ണൻ സീക്രട്ട് ഏജന്റ് പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ്, if you dare to touch one more country, our Eratachangan's pillar will come there with the pandam and banner and some Kannur bomb, and they will finish you and your army. You know that? And if you come to India, you come Kerala, Kannur and Communist Party, you touch and see. They'll finish you. Huh? നീ പറഞ്ഞു സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യുമെന്ന്. നീ സ്നേഹിക്കുന്ന ഹരിതവർണ്ണമാർന്ന മുതലയെ വിമോചിപ്പിക്കാൻ ഭൂപടങ്ങളിൽ കാണാത്ത പാതകളിലൂടെ നമുക്ക് പോവുക. ഉദയതാരകങ്ങൾ ജ്വലിച്ചു നിൽക്കുന്ന നമ്മുടെ ഇരുണ്ട ശിരസുകളാൽ അവമതികളെ തുടച്ച് തൂത്തുകളഞ്ഞ് നമുക്ക് പോവുക. ഒന്നുകിൽ നാം വിജയം നേടും, അല്ലെങ്കിൽ മരണത്തിനപ്പുറത്തേക്ക് നാം നിറയൊഴിക്കും. നീതി, അപ്പം, ഭൂപരിഷ്കരണം, സ്വാതന്ത്ര്യം, അതേ ശബ്ദത്തിന്റെ പ്രതിധ്വനികളുമായി അപ്പോൾ ഞങ്ങൾ നിന്നോട്. ഈ വെനസ്വേല എന്ന് പറഞ്ഞ രാജ്യം 7 കടല് അപ്പുറയാണ്. അവിടെ ഈ സംഭവം നടന്നിട്ട് അവിടെ ഒരു പ്രശ്നവുമില്ല. അവർക്കെല്ലാം സന്തോഷമാണ്, ആഘോഷമാണ്. ഈ കേരളം, ഈ കൊച്ചി കേരളത്തില് ഇതിനെ പ്രതികരിച്ചുകൊണ്ടും പ്രതിഷേധമായിട്ട് ഇത്തരം ആൾക്കാര് ഇറങ്ങിയിട്ട് എന്ത് നേട്ടമാണ്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ ഒരു കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഇത്രയും ഉച്ചിക്കുരു വന്നിരിക്കുന്നത്? അതെനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ്. മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് വെറുതെ ചുറയും കുത്തി ഇരിക്കുവാണെങ്കിൽ വേറെ എന്തെങ്കിലും വെറുതെ അതേപോലെ ഇരുന്നോ, ചുറയും കുത്തി തന്നെ ഇരുന്നോ. എന്തിനാണ് ഇങ്ങനെ വെറുതെ ഒരു വാർത്തയാക്കി ഇറക്കുന്നത്? മനുഷ്യ, നിങ്ങൾ അവിടെ ഒരു വിഷയമില്ലാത്ത കാര്യം നിങ്ങൾക്ക് എന്താണ്? അവരുടെ ഗുണമായ കാര്യം നിങ്ങൾക്ക് ദോഷം. കേരളത്തിൽ എന്തുകൊണ്ട് ദോഷമാകുന്നു? ഇത് നമുക്ക് കണ്ടു നോക്കാം. വെനസ്വേലയുടെ വലിയ ആഘോഷമാണ് അവിടെ നടക്കുന്നത്. അവിടെ അടിച്ചു പൊളിക്കുവാണ്. എന്തിനാണ് ഇതിപ്പം? പോട്ടെ, കേരളത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട്. പട്ടിണിയും പരിവട്ടവും പൈസയ്ക്ക് ബുദ്ധിമുട്ടും ഭൂകമ്പം നടന്ന സ്ഥലവും വയനാടും ഒക്കെ കിടക്കുമ്പോൾ അവരെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങളുടെ നാവ് പൊങ്ങിയില്ല. ഇത് ഏതോ നാട്ടിൽ കിടക്കുന്ന സംഭവം. അവിടെ ആഘോഷം നടക്കുമ്പോൾ ഇവിടെ അതിനെക്കുറിച്ച് അങ്ങ് പൊക്കി സംസാരിക്കുക. നേരം വെളുത്തിട്ടില്ല ഇതുവരെ. 2026 ആയിട്ട് നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള, ഇതിന്റെ പ്രത്യേകം നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള സംഭവം ഇതാണ്. ഡൊണാൾഡ് ട്രംപിന് വെനസ്വേലയിലുള്ളത് പെട്രോളും ഓയില് ധാന്യങ്ങളെല്ലാം വേണം എന്നാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പെട്ടെന്നായിട്ട് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ സംഭവം നടന്നത്. പക്ഷെ എന്താണ് അത്? അത്രയും പോലും ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ഒരു രാജ്യം അതുപോട്ടെ, ഒരു ചെറിയ സ്ഥലം പിടിച്ചെടുക്കുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ? അത്രേ ഉള്ളൂ. പക്ഷെ അവിടെ ഉള്ള ഇപ്പൊ ആഘോഷം നടക്കുന്നവരൊക്കെ ഇനി ഫ്യൂച്ചറിൽ കണ്ടറിയാൻ പോകുന്നേ ഉള്ളൂ അതിന്റെ കോൺസിക്വൻസ്. അത്രേ ഉള്ളൂ. അവർ ഇപ്പൊ ഒന്നും മനസ്സിലാകുന്നില്ല.
ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണുള്ളത്, കാരണം എന്താണെന്നുള്ളത്. ലോകത്ത് ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ള രാജ്യമാണ് വെനസ്വേല. എണ്ണ കയറ്റുമതിയിലൂടെ വൻ പണം വെനസ്വേലയിലേക്ക് ഒഴുകിയ ഒരു കാലമുണ്ടായിരുന്നു. 1999 ശേഷമുള്ള യൂഗോ ഷാവേസിന്റെ ഭരണകാലം. ഷാവേസ് അധികാരത്തിലെത്തുമ്പോൾ വെനസ്വേലയുടെ സാമ്പത്തിക സ്ഥിതി ഒട്ടും ആശാവഹമായിരുന്നില്ല. എന്നാൽ എണ്ണവില പെട്ടെന്നുയരാൻ തുടങ്ങുകയും കാലക്രമത്തിൽ $100 വരെ ആവുകയും ചെയ്തു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ഒട്ടേറെ പരിപാടികൾ നടപ്പാക്കാൻ ഈ എണ്ണപ്പണം ഷാവേസ് ഉപയോഗിച്ചു. ഭക്ഷണവും മരുന്നും അവശ്യ സാധനങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കാൻ തുടങ്ങിയതോടെ ജനങ്ങൾ സന്തുഷ്ടരായി. രാജ്യം വളർച്ചയുടെ പാതയിൽ കുതിച്ചു. പിന്നീട് 3 തവണ ജനങ്ങൾ ഷാവേസിനെ തന്നെ നയിക്കാൻ തിരഞ്ഞെടുത്തു. സ്വാഭാവികമായും അമേരിക്കയുടെ കണ്ണുകൾ എക്കാലവും വെനസ്വേലയുടെ എണ്ണപ്പാടങ്ങൾക്കുമേലുണ്ടായിരുന്നു. എന്നാൽ ഷാവേസിന്റെ ജനപ്രീതി ആ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നീക്കത്തിന് അമേരിക്കയെ അനുവദിച്ചിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുമായുള്ള ഷാവേസിന്റെ ചങ്ങാത്തവും അമേരിക്കയ്ക്ക് തലവേദനയുണ്ടാക്കി. US ഉപരോധം മൂലം വീർപ്പുമുട്ടിയിരുന്ന ക്യൂബയ്ക്കുൾപ്പെടെ വെനസ്വേലയുടെ എണ്ണപ്പണം ലഭിച്ചിരുന്നു. 2013 ഷാവേസ് മരിച്ചതോടെ നിക്കോളാസ് മഡൂറോ പ്രസിഡന്റായി. ഷാവേസിന്റെ വിദേശകാര്യമന്ത്രിയായിരുന്നു മഡൂറോ. ബസ് ഡ്രൈവറും തൊഴിലാളി യൂണിയൻ നേതാവുമായിരുന്ന മഡൂറോ അധികാരത്തിലെത്തിയപ്പോൾ ഷാവേസിന്റെ തുടർച്ചയാണ് ജനം പ്രതീക്ഷിച്ചത്. പക്ഷേ ഷാവേസിന്റെ ജനപ്രീതിയുടെ 7 അയലത്തെത്താൻ മഡൂറോയ്ക്ക് കഴിഞ്ഞില്ല. രാജ്യാന്തര വിപണിയിൽ എണ്ണവില ഇടിയുകയും വെനസ്വേല വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും ചെയ്തപ്പോൾ അതിനെ നേരിടുന്നതിൽ മഡൂറോ പരാജയപ്പെട്ടു. മഡൂറോ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചെന്ന ആരോപണങ്ങൾ ശക്തമാണ്. നേതൃത്വത്തിന്റെ അഴിമതിയും ക്രിമിനൽ ബന്ധങ്ങളും ഭരണകൂടത്തിന് ചീത്തപ്പേരുണ്ടാക്കി. ഇതായിരുന്നു അമേരിക്ക കാത്തിരുന്ന സമയം. മഡൂറോ വിരുദ്ധതയിൽ ഡൊണാൾഡ് ട്രംപ് രാഷ്ട്രീയ നിക്ഷേപം നടത്തി. സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ നമുക്കിനി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുണയുണ്ടെന്നാണ് നൊബേൽ പുരസ്കാര നേട്ടത്തിനു പിന്നാലെ വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീനോ മച്ചാഡോ പ്രതികരിച്ചത്. ഇതിനു പിന്നാലെ മഡൂറോ ഭരണകൂടത്തിനെതിരെ ട്രംപ് നിലപാട് കടുപ്പിക്കുന്നതാണ് ലോകം കണ്ടത്. ലഹരിക്കടത്ത് ആരോപിച്ച് വെനസ്വേലയുടെ കപ്പലുകൾ US ആക്രമിച്ചു. എണ്ണക്കപ്പലുകൾ പിടിച്ചെടുത്തു. കരീബിയൻ കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചു. മഡൂറോയുടെ ഭരണത്തിൽ വെനസ്വേല മാഫിയ രാജ്യമായെന്ന് ട്രംപ് ആരോപിച്ചു. അട്ടിമറി ഉറപ്പായ മഡൂറോ അമേരിക്കയ്ക്ക് ആവോളം എണ്ണ വാഗ്ദാനം ചെയ്ത് സമവായത്തിന് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. വീണ്ടും ലോക പോലീസ് ചമഞ്ഞ് വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും അമേരിക്ക ബന്ദികളാക്കിയിരിക്കുകയാണ്. സമാധാന നൊബേലിന് അർഹനെന്ന് ആവർത്തിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ലാറ്റിൻ അമേരിക്കയെ മുൾമുനയിൽ ആക്കി. ഇറാൻ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ നിലപാട് തുടർചലനങ്ങളിൽ നിർണായകമാകും. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനില്ല. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. എനിക്ക് തൃപ്തിയായില്ല. മറ്റേ ആ ജോമുവോ എന്ന് പറഞ്ഞ ഇൻസ്റ്റ തുറക്കാൻ പറ്റാത്ത രീതിയിലാക്കിയ ഐറ്റത്തിനെ ഞാൻ നശിപ്പിച്ചിരിക്കും. ഞാൻ റിയാക്ഷൻ വീഡിയോ അതിനെ നിരത്തിപ്പിടിച്ച് എൻ്റെ ഇൻസ്റ്റ തുറന്നിട്ട ഇൻസ്റ്റയിലുള്ള വീഡിയോ എല്ലാം ഞാൻ റിയാക്ട് ചെയ്യാൻ പോവാണ്. വരുന്ന വീഡിയോ അതായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ സീ യു സൂൺ. ബൈ ഗൈസ്.